നമ്മൾ ചിന്തിക്കില്ലേ ചിലപ്പോൾ ഒരു വേർബ് കാണുമ്പോൾ ആ വേർബിന്റെ കൂടെ എന്തിനാണ് അപ്പ് ഉപയോഗിക്കുന്നതെന്ന്. വേക്ക് വേക്ക് അപ്പ് എന്താ വ്യത്യാസം? ക്ലീൻ ക്ലീൻ അപ്പ് എന്താ വ്യത്യാസം? ഈറ്റ് ഈറ്റ് അപ്പ് എന്താ വ്യത്യാസം? ഇങ്ങനെ എല്ലാ വേർബിന്റെ കൂടെയും അപ്പ് ചേർക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അപ്പ് ചേർത്താൽ എന്താണ് വേർബിന്റെ അർത്ഥം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക തന്നെ ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്കറിയാം 1,00,000 കൂടുതൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, 130 എബോവ് ഉണ്ട്. പക്ഷെ വീഡിയോ കാണുന്നത് വളരെ കുറച്ച് പേര് മാത്രമാണ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ബെൽ ബട്ടൺ ഒന്ന് നോക്കിയിട്ട് അവിടെ ഓൾ എന്ന ബെൽ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് തന്നെ വെക്കണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതാണ്, എന്തുകൊണ്ടാണ് നമ്മൾ വേർബിന്റെ കൂടെ അപ്പ് ചേർക്കുന്നത്? വേർബിന്റെ കൂടെ എല്ലാ വേർബിന്റെ കൂടെയും അപ്പ് ചേർക്കാൻ പറ്റുമോ? പറ്റില്ല. ഇനിയിപ്പോ അതെങ്ങനെ പഠിക്കും, അതെല്ലാം ഇങ്ങോട്ട് ഞങ്ങൾ പഠിക്കട്ടെ എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. അത് നമ്മൾ ത്രൂ വായനയിൽ കൂടിയൊക്കെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ കുറെ ഇംഗ്ലീഷിനെ പരിചയപ്പെട്ട് കഴിയുമ്പോഴാണ് ഈ വേർബിന്റെ കൂടെ അപ്പ് ചേർക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ വേർബിന്റെ കൂടെ അപ്പ് ചേർക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാണ്ട് അത് കാണാതെ പഠിച്ചോ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഞാൻ മുഴുവനും തന്നത് അത്ര പോസിബിൾ അല്ല. അത് നമ്മൾ ലേൺ ചെയ്യുന്നത് വഴിയാണ് നമുക്ക് ഏതൊക്കെ വേർബിന്റെ കൂടെ അപ്പ് ചേർക്കാം ചേർക്കാതിരിക്കാം എന്നുള്ള കാര്യങ്ങൾ നോക്കുന്നത്. ഇനി വേർബിന്റെ കൂടെ അപ്പ് ചേർക്കുമ്പോൾ എന്താണ് അവിടെ മാറ്റം വരുന്നത്? വേർബിന്റെ കൂടെ അപ്പ് ചേർക്കുമ്പോൾ പല മാറ്റങ്ങൾ സംഭവിക്കും. ചിലപ്പോൾ നമ്മൾ പറയും പൂർണ്ണമായി എന്ന് പറയാൻ വേർബിന്റെ കൂടെ അപ്പ് ചേർക്കും. ഇനി അതുപോലെ നമ്മൾ ചില മൂവ്മെന്റ്സ് അതിനെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് വേർബിന്റെ കൂടെ അപ്പ് ചേർക്കും. ഇനി പിന്നെ നമ്മൾ സ്പീഡ്, അതല്ലെങ്കിൽ എന്താ പറയാ മുകളിലോട്ട് കയറുക, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ വേർബിന്റെ കൂടെ അപ്പ് ചേർക്കും. അപ്പൊ ഞാൻ എക്സാമ്പിൾസ് നിങ്ങൾക്ക് വേണ്ടി പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ പറയും ഈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കഴിക്കുക എന്നാണ് അർത്ഥം. ഈറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? മുഴുവൻ കഴിക്കുക. അതാണ് ഞാൻ പറഞ്ഞ പൂർണ്ണമാവുക, മുഴുവനും എന്നൊരു അർത്ഥത്തിൽ നമ്മൾ അപ്പ് ഉപയോഗിക്കും. ഞാൻ പറയും ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്. അപ്പൊ ഞാൻ പറയാണ് ഐ ഈറ്റ് അപ്പ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ മുഴുവൻ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാറുണ്ട്. അതായത് ഈറ്റ് എന്ന് പറഞ്ഞപ്പോൾ കഴിക്കുക എന്ന അർത്ഥവും ഈറ്റ് അപ്പ് എന്ന് പറഞ്ഞപ്പോൾ എന്തായി? മുഴുവൻ എന്ന അർത്ഥവും വന്നു. ക്ലിയർ ആയി വരുന്നുണ്ടോ? ക്ലീൻ ദ റൂം, റൂം വൃത്തിയാക്കാം. ക്ലീൻ അപ്പ് ദ റൂം, റൂം മുഴുവനും വൃത്തിയാക്കണം. അതാണ് വ്യത്യാസം. ക്ലീൻ ദ റൂം എന്ന് പറഞ്ഞാൽ റൂം വൃത്തിയാക്കുക, ഒന്ന് അടിച്ചു വാരിയൊക്കെ ഇടുക, അല്ലെങ്കിൽ അവിടെയൊക്കെ ഇവിടെയൊക്കെ ഒന്ന് ഉപേക്ഷിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ക്ലീൻ അപ്പ് ദ റൂം എന്ന് പറഞ്ഞാൽ റൂമിൻ്റെ അവിടെ ഇവിടെ എല്ലായിടത്തും വൃത്തിയാക്കണം. അതാണ് ക്ലീൻ അപ്പ്. വ്യത്യാസം മനസ്സിലായല്ലോ? നമ്മൾ വേക്കപ്പ് എന്ന് പറഞ്ഞാൽ വേക്ക് നമ്മൾ അത്ര സ്പോക്കൺ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നതല്ല, പക്ഷെ വേക്കപ്പ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വേക്ക് എന്ന് പറഞ്ഞാൽ ഉണരുക എന്നാണ്. വേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് പൂർണ്ണമായി ഉണരുക എന്നൊരർത്ഥമാണ് അവിടെ കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ അധികം വേക്ക് എന്ന് ഉപയോഗിക്കാറില്ല, വേക്ക് അപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കാരണം അപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അതിൻ്റെ അർത്ഥം? മുഴുവൻ എന്നൊരർത്ഥത്തിൽ ഉപയോഗിക്കും. ഇനി നമ്മൾ പറയാണ് ഹറി, ഹറി അപ്പ്. ഞാൻ പറഞ്ഞില്ലേ സ്പീഡിന് വേണ്ടി നമ്മൾ പറയുമെന്ന്. ഹറി എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡിൽ നിന്ന് നമ്മൾ പറയും. പക്ഷെ ഹറിയപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? കൂടുതൽ സ്പീഡിൽ. ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുന്നത്. പ്ലീസ് ഹറി അപ്പ് എ ലിറ്റിൽ, കുറച്ചും കൂടി ഒന്ന് വേഗാവൂ എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഹറി അപ്പ്, വേഗാകൂ, സ്പീഡാകൂ, അതായത് സ്പീഡ് അപ്പ്. അതെല്ലാം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കുറച്ചും കൂടി ഒന്ന് ആകൂ, കുറച്ചും കൂടി ആക് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. അവിടെ നമ്മൾ അപ്പാണ് ചേർത്ത്, അപ്പ് ചേർത്തപ്പോൾ സ്പീഡ് കൂടുക എന്നൊരു അർത്ഥത്തിൽ നമുക്ക് വന്നു. അതേപോലെ ക്ലൈംബ് അപ്പ്, അതെന്താണ്? മുകളിലോട്ട് എന്നൊരർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയി വരുന്നുണ്ടല്ലോ? അപ്പൊ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന അപ്പ് കൂട്ടി വരുന്ന, നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ പൊതുവെ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകൾ ഞാൻ ഇവിടെ തരാം, നിങ്ങളൊന്ന് നോക്കണേ. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈറ്റ് അപ്പ്, ഹറി അപ്പ്, ഡ്രിങ്ക് അപ്പ്, യൂസ് അപ്പ്. എന്താണ് യൂസ് അപ്പ്? മുഴുവനും ഉപയോഗിക്കുക. നമ്മൾ ചില കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ അത് മുഴുവനും ഉപയോഗിക്കുകയാണ്. യൂസ് അപ്പ്, പിന്നെ ഹറി അപ്പ്, ഗെറ്റ് അപ്പ്, സ്റ്റാൻഡ് അപ്പ്. ഞാൻ പറഞ്ഞില്ലേ മുകളിലോട്ട് സ്റ്റാൻഡ് അപ്പ്. പിന്നെ ഫിൽ അപ്പ്, മുഴുവൻ നിറയ്ക്കുക, ഫിൽ അപ്പ്. ഇവിടെ നമ്മൾ ഫിൽ എന്ന് പറഞ്ഞാൽ നിറയ്ക്കുക, ഫിൽ അപ്പ് എന്ന് പറഞ്ഞാൽ മുഴുവൻ നിറയ്ക്കുക. സെറ്റ് അപ്പ്, പിന്നെന്താണ്? ലുക്ക് അപ്പ്.
ഇതൊക്കെ നമ്മൾ പിക്കപ്പ്, ഇതൊക്കെ എന്താണ്? ഇപ്പം ഞാൻ ഇവിടെ കുറച്ചെണ്ണം തന്നിട്ടുണ്ട്. ഇത് നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന കുറച്ച് അപ്പ് കൂട്ടി വരുന്ന സെന്റൻസ് അല്ല, വേർഡ്സ് ആണ്. അപ്പം ഇത് നിങ്ങളുടെ മനസ്സിലൊന്ന് വെക്കാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ വേർബിന്റെ കൂടെ അപ്പ് വരുന്നത്. ഇപ്പം നമ്മൾക്ക് ഇനി അത് നെഗറ്റീവ് ആക്കണമെങ്കിൽ ഒന്നുമില്ല. ഡോണ്ട് ഈറ്റ് അപ്പ് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താ? മുഴുവൻ ഭക്ഷണം കഴിക്കരുത്. ഡോണ്ട് ഡ്രിങ്ക് അപ്പ് വാട്ടർ, മുഴുവൻ വെള്ളവും കുടിക്കരുത്. അവിടെ മുഴുവൻ എന്നുള്ള അർത്ഥം വന്നു. അതേസമയം നമ്മൾ പറയാണ് ഡോണ്ട് ഡ്രിങ്ക് വാട്ടർ, വെള്ളം കുടിക്കരുതെന്നായി. ഡോണ്ട് ഡ്രിങ്ക് അപ്പ്, മുഴുവൻ വെള്ളവും കുടിക്കരുത്. വ്യത്യാസം മനസ്സിലായല്ലോ? അപ്പൊ ഈ വാക്കുകൾ നിങ്ങളൊന്ന് കരുതി വെക്കുക. അപ്പ് ഉപയോഗിക്കുന്ന മുഴുവൻ വേർബും പറഞ്ഞു തരാൻ പറഞ്ഞാൽ പറ്റില്ല. പക്ഷെ അത് നിങ്ങൾ വായനയിലൂടെയും സംസാരത്തിലൂടെയും ഒക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ പിന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇപ്പൊ ഞാൻ തരുന്ന ക്ലാസ്സുകളൊക്കെ ഒരു 3 or 4 minutes വരുന്ന ക്ലാസ്സുകൾ മാത്രമാണ് ഉള്ളത്. കാരണം നിങ്ങളത് കേട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അധികം സമയമൊന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നില്ല. നിങ്ങളത് കേട്ട് പഠിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുള്ളത് മടിച്ചിരിക്കരുത്. ഈ ഗ്രാമർ ക്ലാസ് ഇങ്ങനെ കേട്ടോണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ സംസാരിച്ച് പഠിക്കണം. അതിന് എൻ്റെ നമ്പറും തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടു കൂടി തന്നെ സംസാരിച്ച് പഠിക്കാവുന്നതുമാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.